to Catalyst Education. I am Jasna, your English faculty. So today in this video we are going to tell how to write an appreciation. Okay, so നമ്മള് 10ാം ക്ലാസ് ഒക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിൽ എത്തിയ കുട്ടികളാണ് നിങ്ങൾ എല്ലാ ആൾക്കാരും അല്ലെ. ആൻഡ് നമ്മൾ ഓണം എക്സാമിന് ശേഷം വളരെ സീരിയസ് ആയിട്ട് എഴുതാൻ പോകുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ. സോ 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്ലസ് 1 നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് 8 മാർക്കിന് വരുന്ന ഒരു നിർബന്ധമായിട്ടുള്ള ചോദ്യമാണ് അപ്രിസിയേഷൻ എന്നുള്ളത്. ഓക്കെ, സോ അപ്രിസിയേഷന്റെ 8 മാർക്ക് സെറ്റ് ആക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. യെസ്, സോ ഈ അപ്രിസിയേഷൻ ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ള. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അല്ലെ, ക്രിസ്മസ് എക്സാമിന്റെയും പബ്ലിക് എക്സാമിന്റെയും മോഡൽ എക്സാമിന്റെയും ഒക്കെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ. സോ അപ്രിസിയേഷന്റെ ഫോർമാറ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ആ 8 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്ര മനസ്സിലാക്കാം. നമ്മൾ എപ്പോഴാണ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാറുള്ളത് വേറെ ആൾക്കാരെ? നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ചിലപ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യല്ലേ, നിന്റെ ഡാൻസ് കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ പെർഫോമൻസ് അടിപൊളിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി നമ്മളൊരു ഫിലിം കണ്ടാൽ നമ്മൾ ആ ഫിലിമിനെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് പറയും ആ ഫിലിമിലെ ആക്ടേഴ്സ് അടിപൊളിയായിരുന്നു, അവരുടെ അല്ലെ ആക്ടിങ്, അവരുടെ കാസ്റ്റിങ്, അവരുടെ ക്യാമറ, അതേപോലെ തന്നെ സ്ക്രിപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു എന്നൊക്കെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് പറയും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇവിടെ അപ്രിസിയേഷൻ എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ള പോം ആയിരിക്കും എക്സാമിന് തരാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള പോം അല്ല തരാം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാത്ത എന്നാൽ ടെക്സ്റ്റിൽ പഠിച്ച ഏതെങ്കിലും ഒരു പോം ആയിട്ട് അതിന് റിലേഷൻ ഉണ്ടാവും, നമുക്ക് തോന്നും, സിമിലാരിറ്റീസ് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരു അൺനോൺ ആയിട്ടുള്ള പോം ആയിരിക്കും നമുക്ക് എക്സാമിന് തരാം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ എക്സാമിന് എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവസാനത്തെ ചോദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അപ്രിസിയേഷന്റെ ക്വസ്റ്റ്യൻ കാണാം. അപ്പം ചില സമയത്ത് ചില ആൾക്കാർക്ക് തീരെ സമയം ഉണ്ടാവാറില്ല അപ്രിസിയേഷൻ എഴുതാൻ. അപ്പൊ 8 മാർക്കിന് നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള അല്ലെ എത്ര പാരഗ്രാഫ് ആണോ വേണ്ടത് അത്രയും പാരഗ്രാഫ് ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്, ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 8 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒരു പോം അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എഴുതാൻ വേണ്ടി പോകുന്നത് ആ പോയത്തിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാം. ആ പോയത്തിന്റെ തീമിനെ പറ്റി, അതാരാ എഴുതിയിട്ടുള്ളതിനെ പറ്റി, അതിന്റെ സ്ട്രക്ചറിനെ പറ്റി, അതിന്റെ മീനിങ്ങിനെ പറ്റി, അതിന്റെ ഓരോ കാര്യങ്ങൾ അല്ലെ, അതിന്റെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് അതിൽ എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ള. അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഏതൊരു പോമാണോ നിങ്ങൾക്ക് എക്സാമിന് തരുന്നത് അത് വായിച്ചു നോക്കുക. അത് വായിച്ചാൽ നിങ്ങൾക്കൊരു ഓൾ ഐഡിയ കിട്ടും അല്ലെ. അതായത് അതിന്റെ ഓരോ ലൈൻ ബൈ ലൈനൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മീനിങ് ഒന്നും കിട്ടൂല, കാരണം നിങ്ങൾ ചെറിയ കുട്ടികളാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് അറിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എന്തായിരിക്കും, കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യും, ഇതിന്റെ എല്ലാത്തിന്റെ മീനിങ് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ എങ്കിൽ പോലും അതിന്റെ ഫുൾ ലൈൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇതിൽ എന്തിനെ പറ്റിയിട്ടാ, നാച്ചുറിനെ പറ്റിയിട്ടല്ലേ, അല്ലെങ്കിൽ ഇതിൽ ഡെത്തിനെ പറ്റിയിട്ടല്ലേ, അല്ലെങ്കിൽ മദർ ലവിനെ പറ്റിയിട്ടല്ലേ പറഞ്ഞത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടും അത് വായിച്ചു കഴിഞ്ഞാൽ. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്താ എന്നുള്ളത് അറിയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ലൈനിൽ നിന്ന് എളുപ്പത്തിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ റൈം സ്കീം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. റൈം സ്കീം എങ്ങനെ കണ്ടുപിടിക്കാം, പോയത്തിന്റെ അവസാനത്തെ അല്ലെ ആ ലൈനിലെ അവസാനത്തെ വരികൾ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് എ ആണോ എ ബി ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പോ നന്നായിട്ട് ലാംഗ്വേജിൽ അല്ലെ നല്ലൊരു ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കിൽ ഇല്ലാത്ത കുട്ടിയാന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. കൃത്യമായിട്ടൊരു ഫോമാറ്റ് ഉണ്ട്, ആ ഫോമാറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യണം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള. ഓക്കെ, സോ ഞാൻ ആദ്യം തന്നെ പറയാൻ വേണ്ടി പോകുന്നത്, ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യെസ്, അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്തായാലും കൊടുക്കേണ്ട ഒരു കാര്യമാണ്, യെസ്, ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ടത് അബൌട്ട് ദ പോയിന്റ്, അഥവാ ആരാണോ ആ പോം എഴുതിയിട്ടുള്ളത് അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യാം, അതിലെടുത്തിട്ട് എഴുതാം. ഈ ഒരു പോം ഇതെന്താണ് അല്ലെ, ഡാഷ് ഇസ് എ ബ്യൂട്ടിഫുൾ പോം റിട്ടൺ ബൈ ഡാഷ്.
ആരാണോ എഴുതിയിട്ടുള്ളത് ആ പോയിറ്റിന്റെ പേര് എഴുതുക. ദെൻ അതേപോലെ തന്നെ അതിന്റെ തീം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം ഒരു തീം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതെടുത്ത് എഴുതണം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ബ്രീഫ് സമ്മറി അഥവാ ആ പോയത്തിനെ പറ്റിയിട്ടുള്ള അതിന്റെ ഒരു ബ്രീഫ് സമ്മറി നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. അതിന്റെ മീനിങ് എന്താ, അതിൽ ഇനി എന്തെങ്കിലും ഇംപ്ലൈഡ് ആയിട്ടുള്ള മീനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മെൻഷൻ ചെയ്യാം. ദെൻ അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. അഥവാ 4 ലൈൻഡ് പോം ആണോ അല്ലെ, ദെൻ അതേപോലെ തന്നെ ഇനി അതല്ല ഒരുപാട് ലെങ്തി ആയിട്ടുള്ള പോം ആണോ, അങ്ങനെ അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതേപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ അല്ലെ അതില് അതിന്റെ അലിട്രേഷൻ ഉണ്ടോ, അതിൽ അസോണൻസ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മെൻഷൻ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, ലൈക്ക് വിഷ്വൽ ഇമാജറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഓഡിറ്ററി ഇമാജറി, ദെൻ അതേപോലെ ഓൾ ഫാക്ടറി ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇമാജസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു മെൻഷൻ ദാറ്റ്. പിന്നെ സിമ്പിൾസ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ലാംഗ്വേജ്, ആ പോയത്തിന്റെ അല്ലേ ലാംഗ്വേജ് എങ്ങനെയാ, ഭയങ്കര ഈസി ആണോ, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണോ, അല്ലെങ്കിൽ ഭയങ്കര ടഫ് ലാംഗ്വേജ് ആണോ, ഹിഡൻ ആയിട്ടുള്ള മീനിങ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതെടുത്ത് എഴുതുക. ദെൻ അതേപോലെ തന്നെ മൂഡ് എന്താണ്, അഥവാ ഭയങ്കര ഹാപ്പി പോം ആണോ, അല്ലെങ്കിൽ ഭയങ്കര അല്ലെ സാഡ് ആണോ, അല്ലെങ്കിൽ ലവ് പോയം ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. ദെൻ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. സിമിലി ഉണ്ടോ, മെറ്റഫർ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കൺക്ലൂഷനിൽ നിങ്ങൾ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ആ പോയത്തില് പോയിറ്റ് പറയുന്ന അല്ലെ മെസ്സേജ് എന്താ, അല്ലെങ്കിൽ പോയിറ്റിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു ആ പോയത്തിലൂടെ എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. ആൻഡ് അത് മാത്രം ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് കാര്യമില്ല, അവസാനത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് എഴുതണം, യു ഹാവ് ടു മെൻഷൻ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് സ്പെസിഫിക് പോം. ആ ഒരു തന്നിരിക്കുന്ന ആ പോയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ, നിങ്ങൾക്ക് ആ പോം ഇഷ്ടമായോ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വൈ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പറയണം. ഓക്കെ, യെസ്, നിങ്ങളുടെ പേഴ്സണൽ കമന്റ്സ്, നിങ്ങളുടെ പേഴ്സണൽ അല്ലെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും കൊടുക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഒറ്റയ്ക്ക് തന്നെ എഴുതാൻ പറ്റുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് പാരഗ്രാഫ് ആയിട്ടാണ് നിങ്ങൾ എഴുതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ 8 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതൊന്നല്ല, നിങ്ങൾക്ക് ഭയങ്കര ടഫാണ്, അപ്രിസിയേഷൻ എഴുതാൻ ഭയങ്കര ടഫാണ്, നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഒരുപാട് ഉള്ള ലൈനൊന്നും എഴുതാനുള്ള ഒരു സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ, ഏറ്റവും ഈസി ആയിട്ടുള്ള ഫോമാറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ്, അപ്രിസിയേഷന്റെ 8 മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമാറ്റ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ടെക്സ്റ്റിൽ തരാം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും എന്തായിരിക്കും, ഒരു അണ്ണാനായിട്ടുള്ള പോം തരും, അത് ആരാ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചോദ്യത്തിലുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരെ എന്ത് ചെയ്യാം, യെസ് ദ പോം ഡാഷ് എന്താണ് എന്നുള്ളത് ചോദ്യത്തിലുണ്ടാവും, ആ പോയത്തിന്റെ പേര് എഴുതാ, is written by ആരാ അല്ലെ, ഫേമസ് പോയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് ചോദ്യത്തിലുണ്ടാവും, എടുത്തെഴുതാ. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാം ദിസ് പോം ഈസ് എ ഡാഷ് പോം, അത് ഏത് പോമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളോ അല്ലെങ്കിൽ വണ്ടർഫുൾ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാ, അങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, ഞാൻ അത് കഴിഞ്ഞിട്ടോ നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണം, സെൻട്രൽ ഐഡിയ എന്താന്നുള്ളത് മെൻഷൻ ചെയ്യണ്ടേ. അപ്പോ ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം ഈസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണോ നിങ്ങൾക്ക് അത് വായിച്ചിട്ട് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, അബൌട്ട് നാച്ചർ ആണ്, അബൌട്ട് മദർ ലവ് ആണ്, ഈ കാര്യങ്ങൾ എന്താണോ അതിന്റെ ഒരു സെൻട്രൽ ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് അതെടുത്ത് ചെയ്താം. നെക്സ്റ്റ്, ദ പോയിറ്റ് സ്പീക്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ്, എന്തിനെ പറ്റിയിട്ടാ അല്ലെ പോയിറ്റ് പറയുന്നത്, ആ കാര്യങ്ങൾ എടുത്ത് ചെയ്താം. ഇറ്റ് റിമൈൻഡ് ആസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ, പോയത്തിനനുസരിച്ചിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറയാം, നമ്മൾ അങ്ങോട്ട് കോമൺ ആയിട്ട് എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇൻ ദിസ് പോം. ഈ ഒരു പോയത്തിൽ പോയിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തോട്ട്സും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ പോയിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം അല്ലെ. യെസ്, സോ നെക്സ്റ്റ് ഇനി നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമ്മൾ പറയണം വേണ്ടേ. അപ്പൊ നോക്കാം, ദ പോയറ്റിക് ഡിവൈസസ് ആഡ് ടു ദ ബ്യൂട്ടി ഓഫ് ദ പോം. എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ആ പോയത്തിലെ അല്ലെ പോയറ്റിക് ഡിവൈസസ് ആ പോയത്തിന്റെ ബ്യൂട്ടി ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിലെ പോയറ്റിക് ഡിവൈസസ് ഏതാ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ, അലിട്രേഷൻ ആണോ, അസോണൻസ് ആണോ അല്ലെ, അതേപോലെ തന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആയിട്ടുള്ള മെറ്റഫോർ, സിമിലി, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഏതാ ലൈന് എന്നുള്ളത് എടുത്ത് എഴുതാം. എന്നിട്ട് ആ ലൈനില് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആയിട്ടുള്ള സിമിലി ഉണ്ട്, അല്ലെങ്കിൽ മെറ്റഫർ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ പോയറ്റിക് ഡിവൈസസ് അല്ലെ അസോണൻസോ അലിട്രേഷനോ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എടുത്ത് എഴുതാം. അറിയൂലെങ്കിൽ എഴുതാൻ പോയത്, കാരണം എല്ലാ പോയത്തിലും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ടാവണം എന്നില്ല അല്ലെ. അപ്പം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, എഴുതണ്ട എന്നുള്ള കേട്ടോ, ഇതെടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്ത് തെറ്റരുത്. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണം, ഒരു റൈം സ്കീം പറയണ്ടേ. അപ്പൊ എങ്ങനെ എഴുതാം, ദ പോം ഹാസ്
ദ റൈം സ്കീം ഡാഷ്. പോം വായിച്ചിട്ട് അതിന്റെ റൈം സ്കീം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾ കറക്റ്റ് ആയിട്ടില്ലേ റൈം സ്കീം ഇപ്പൊ നോക്കാം. ഇപ്പൊ ജസ്റ്റ് വുഡ്, ദെൻ അതേപോലെ തന്നെ അല്ലെ കുഡ്, എങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എ, ഇത് എ. ദെൻ അതേപോലെ തന്നെ ഇപ്പോ സെറ്റ്, വെറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വേറെ വേറെ അല്ലെ, ബി ബി. അപ്പൊ അതിന്റെ റൈം സ്കീം എന്തായിരിക്കും? ഇവിടെ ഇങ്ങനെ വരി തുടങ്ങുന്ന ഈ ലൈനിന്റെ എൻഡിലായിരിക്കും ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അല്ലെ. അപ്പൊ ഇത് ഈ വേർഡ്സ് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ റൈം സ്കീം കണ്ടെത്തുന്നത്. എ എ ബി ബി എന്നുള്ളതാണ് അതിന്റെ റൈം സ്കീം. സോ അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന പോയത്തിന്റെ റൈം സ്കീം എന്താന്നുള്ളത് അവിടുത്തെ ആ വാക്കുകൾ നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് അതെടുത്തിട്ട് എഴുതാ. ഇവിടെ റൈം സ്കീം ഇല്ലെങ്കിലോ, റൈം സ്കീം ഇല്ല എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, ദ പോയിന്റ് ഹാസ് യൂസസ് സിമ്പിൾ ലാംഗ്വേജ്. വളരെ അല്ലെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പോയിന്റ് യൂസ് ചെയ്തത് എന്നുള്ളത് പറയാം. This poem shows the vibrant imagination of the poet. ഇതൊക്കെ നമുക്ക് തള്ളാം അല്ലെ. നെക്സ്റ്റ്, സ്റ്റൈലിനെ പറ്റി പറയണല്ലോ പോയത്തിന്റെ. ദ സ്റ്റൈൽ ഈസ് സ്മൂത്ത് ആൻഡ് ക്ലിയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണം? നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ പറയണ്ടേ ആ പോയത്തെ പറ്റിയിട്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? ദ poem has a charm that keeps the readers under its custody. അല്ലെ, അപ്പൊ ആ രീതിയിൽ നമുക്കൊരു അഭിപ്രായം പറയാം. അല്ലെങ്കിൽ it has a freshness of outlook even when the theme is universal. അഥവാ അതിന്റെ തീം എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ്, പക്ഷെ എന്നാലും ആ പോയത്തിന്റെ അല്ലെ, ആ പോയത്തിന് പെട്ടെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഔട്ട്ലുക്ക് അതിന് തരാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാം. ദെൻ ദ വിഷ്വൽ ഇമാജിനറി മേക്സ് എ ഫാസിനേറ്റിംഗ് അപ്പീൽ ഇൻ ദ മൈൻഡ്സ് ഓഫ് റീഡേഴ്സ്. പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള വിഷ്വൽ ഇമാജിനറീസ് ഒക്കെ റീഡേഴ്സിന്റെ മൈൻഡിൽ വളരെ അല്ലെ നല്ല ഒരു ഫാസിനേറ്റിംഗ് അപ്പീൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ ഒപ്പീനിയൻ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞു. എന്താ പോയത്തിന്റെ പേര്, ആരാ എഴുതിയിട്ടുള്ളത്, സെൻട്രൽ ഐഡിയ എന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പോയറ്റിക് ഡിവൈസസ് എന്താണ്, റൈം സ്കീം, ലാംഗ്വേജ്, സ്റ്റൈൽ, യുവർ ഒപ്പീനിയൻ. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് അപ്രിസിയേഷന്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള. സോ ഇതേപോലെ എന്ത് ചെയ്യാം, യെസ് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പാരഗ്രാഫ് ബിൽഡ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ അതല്ല ഭയങ്കര ടഫ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈ ഫോർമാറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്രിസിയേഷന്റെ മാർക്ക് നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ള അല്ലെ. യെസ്, ദെൻ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഴുതുമ്പോ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, പാരഗ്രാഫുകളായിട്ട് തന്നെ എഴുതുക. കാരണം 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ടൈറ്റിൽ കൊടുക്കണം. then 8 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അല്ലെ ഒരു 4 പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു മിനിമം 3 പാരഗ്രാഫ് നമുക്ക് എന്തായാലും നമ്മൾ എഴുതിയിരിക്കണം എന്നുള്ള. നിങ്ങൾക്ക് അതിന്റെ 8 മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പേജിൽ മൊത്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ചില ആൾക്കാർ ഇങ്ങനെ പരത്തി എഴുതും. അപ്പൊ അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് മാക്സിമം വൃത്തിക്ക് പാരഗ്രാഫുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ, സോ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.